പ്രേക്ഷകൻ നമുക്കൊപ്പം ഉണ്ട്. ശ്രീ മുഹമ്മദ് കുട്ടി, ഇപ്പോൾ ആളുകൾക്ക് വീടൊരുക്കുന്നതിനാണ് സർക്കാർ ഇപ്പോൾ ക്യാമ്പുകളിൽ നിന്ന് മാറ്റുന്നതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് ഏതു തരത്തിലാണ് സഹായിക്കാൻ കഴിയുക? എൻ്റെ അടുത്ത് ചെറിയ വീടുണ്ട്, ഒരു 3 റൂം ഉള്ള ഒരു ഓടിട്ട വീട്. ഏത് ഭാഗത്തായാണ്? അമ്പലവയലിന്റെ അടുത്താണ്. ഏതോ മേപ്പാടിയിൽ നിന്ന് 22 കിലോമീറ്റർ. നെന്മേനി പഞ്ചായത്തിൽ 20-ാം വാർഡിൽ കരടിപ്പാറ എന്ന് പറയും. ഓക്കെ, നമുക്ക് അത് നമ്മുടെ ടീമുമായി ഒന്ന് പങ്കുവയ്ക്കൂ. നമുക്ക് സർക്കാരിനെ ഇക്കാര്യം അറിയിക്കാം. അവരിപ്പോൾ വീടുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരുപാട് സന്തോഷം ശ്രീ മുഹമ്മദ് കുട്ടി, ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നതിന്. ഓക്കെ. അത് അവിടെയുള്ള നിലവിലുള്ള ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറും കാര്യങ്ങളുണ്ട്, അതടക്കം കൊടുക്കാൻ. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ താമസമില്ല, അതുകൊണ്ട്. താങ്കൾ വാടക പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ വാടക പ്രതീക്ഷിക്കുന്നില്ല. അത് ഗ്യാസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്, അതടക്കം കൊടുക്കാം അവർക്ക്. ഗ്യാസ് കണക്ഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്. അതൊരു വളരെ നല്ല കാര്യമാണ് ശ്രീ മുഹമ്മദ് കുട്ടി. താങ്കളുടെ സുഹൃത്തുക്കളോടും ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളോടും ഒക്കെ ഇതിൽ പങ്കാളികളാകാൻ പറയൂ. സർക്കാർ ഇപ്പോൾ വീടുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. ഓടിട്ട വീടാണ്. ഓക്കെ, വിവരങ്ങൾ ഞങ്ങളുടെ ടീം ശേഖരിക്കും. നമുക്കത് സർക്കാരിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യാം. റവന്യൂ മന്ത്രിയെയും നമുക്ക് ഇക്കാര്യം അറിയിക്കാം. വളരെ നന്ദി ശ്രീ മുഹമ്മദ് കുട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. സഹായിക്കാൻ കഴിയുന്ന ഇതുപോലെയുള്ള നല്ല മനസ്സുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ഏത് ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കുമെന്ന ആത്മവിശ്വാസം ഓരോ മലയാളിക്കും പകർന്നു നൽകുന്നത്.